നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ പാലേമാട് ടൗൺ ഏരിയയിലാണ് നിൽക്കുന്നത്. പാലേമാട് ടൗണിൽ നിന്ന് നല്ല അടിപൊളി ഒരു സൂപ്പർ 7.4 സെന്റ് സ്ഥലം അല്ലേ, 1519 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വീടിന്റെ ഫ്രണ്ട് ഭാഗം വണ്ടികളൊക്കെ നമുക്ക് കയറ്റി നിർത്താനുള്ള സൗകര്യമുണ്ട്. ആ വീടിലേക്ക് കയറി വരുമ്പോൾ ഇടതു ഭാഗത്താണ് വലിയ കിണർ. ഇതില് തന്നെ അല്ലേ, വീടിനെ തൊട്ട് ചാരിട്ട് തന്നെ അടിപൊളി ഒരു വലിയ ഒരു കിണർ തന്നെ നമുക്ക് പറയാം. ഒരു 11 അടിപൊളി റിങ്ങാണ് ഇതിലുള്ളത്. അതും സൂപ്പർ വീട്, താമസിക്കാത്ത വീടാണ്. ആരും ആഗ്രഹിക്കുന്നത് പുതുപുത്തൻ വീട് കിട്ടുന്നെങ്കിൽ താല്പര്യപ്പെടുന്ന ആളുകളാണ് ഞാൻ നിങ്ങളൊക്കെ. നമ്മളിപ്പോ ഇപ്പോഴത്തെ വീട് കയറ്റുന്ന എക്സ്പെൻസ് നിങ്ങൾക്കറിയാം. നനക്കണം, അത് ഇടയ്ക്കൊന്ന് വന്ന് നോക്കണം. എല്ലാം ഒരു വീടെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിനൊക്കെ നിൽക്കാതെ എല്ലാ പണി നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല സൂപ്പർ വീട്, അത് മലപ്പുറം കല്ല് തന്നെ അല്ലേ. ഇതിൽ മലപ്പുറം കല്ല് തന്നെ, വെട്ടുകല്ലൊക്കെ അടിപൊളി ഇതാണ്. മാർബോണൈറ്റ് അടിപൊളി മോഡലാണ്. മാർബോണൈറ്റിന്റെ ഡിസൈൻ മോഡലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി. പിന്നെ മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് വീടിന്റെ മെറ്റീരിയലാണ്. അത് വീട് എടുക്കുന്ന ഓരോ സാധനത്തിന്റെ മെറ്റീരിയൽ ഗുണമുണ്ടെങ്കിൽ അത് വീട് നന്നാകും. എല്ലാം കൊണ്ടും അതിമനോഹരമായ അങ്ങാടികളിൽ നിന്ന് വണ്ടികൾ ഈ വീട്ടിലേക്ക് വരാനുള്ള സൗകര്യം, അതേമാതിരി അമ്പലം, ചർച്ച്, പിന്നെ പള്ളി, ഓഡിറ്റോറിയം, പമ്പ്, സൂപ്പർ മാർക്കറ്റ് എല്ലാമുള്ള ഒരു അതിമനോഹരമായ ഒരു പാലേമാട് ടൗൺ ഏരിയയിലാണ് നിൽക്കുന്നത്. അവിടുന്ന് കൂടുതൽ എപ്പോഴും വണ്ടികളും പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ്. വീടിന്റെ ഉൾഭാഗങ്ങൾ കാണിക്കുന്നതിന് മുന്നേ സിറ്റ് ഔട്ടിലേക്ക് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ കട്ടില, അതിലുള്ള സ്റ്റീല്, ഇരുമ്പിലൂടെയാണ് ഇതിന്റെ കട്ടിലുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ഇരുമ്പ്. കാരണം എന്തുകൊണ്ടാണ് അത് ചെതല് പിടിച്ചു പോരുന്നത്, മരം തന്നെ ഉപയോഗിക്കണില്ല ഒക്കെ. അതേമാതിരി ഇതിന്റെ കട്ടില സിമെന്റ് ആണ്. പിന്നെ ഇതിന്റെ തടി, ഇത് ജനാല് തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നല്ലൊരു അതിമനോഹരമായ ഒരു പുത്തുപുത്തം വീട്, 1519 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ്. ഈ വീടിന്റെ ഉൾഭാഗത്തേക്കാണ് കയറുക. അതിന്റെ ഫ്രണ്ട് ഭാഗത്തെ ഡോറുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളിട്ടോ. മെറ്റീരിയൽ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ മെറ്റീരിയൽ ഓരോ വീഡിയോയിലും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ PTS ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനൽ നല്ല അതിമനോഹരമായി നല്ല സൂപ്പർ വീടുകളാണ് ഞങ്ങൾ പരസ്യത്തിൽ വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തിട്ട് മക്കളെ. അങ്ങനെ ഉൾഭാഗത്തേക്കാണ് കയറുക കേട്ടോ. നല്ല ലിവിങ് ഹാളിലേക്കൊന്ന് ശ്രദ്ധിച്ചോളി. ആളുകൾക്ക് വന്നിരിക്കാനും സോഫ ഇടാനും നല്ല സൗകര്യമുണ്ട്. ഇവിടെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ശ്രദ്ധിച്ചോ. ഈ കട്ടിങ് നമുക്ക് TV-ന്റെ ബോർഡ് കൊടുക്കണമെങ്കിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫാബ്രിക്കേഷന്റെ വർക്ക് ചെയ്തിട്ട് നമ്മുടെ TV-ന്റെ അതേമാതിരി ഒരു കബോർഡ് മോഡലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് ആണെങ്കിൽ ഒരു ആർച്ച് മോഡലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിന് സ്പേസ് ആണെങ്കിലും ഇട്ടിട്ടുണ്ട്. നല്ലൊരു അതിമനോഹരമായ നല്ലൊരു വീട് തന്നെ, സൂപ്പർ, എല്ലാ സൗകര്യമുണ്ട്. പുതുപുത്തൻ വീട് തന്നെ നമുക്ക് പറയാം. മുകളിലേക്കുള്ള സ്റ്റെയർകേസിന്റെ വർക്കൊക്കെ ഫുള്ള് എല്ലാ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ വയറിങ്ങിന്റെ പ്ലംബിങ്ങിന്റെ പണി നിങ്ങൾക്ക് തീർത്ത് തരും. ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ എല്ലാ ഭാഗത്തിന്റെ വീഡിയോ നിങ്ങളൊന്ന് കാണണം. അപ്പോഴാണ് ഇതിന്റെ ലാസ്റ്റാണ് ഞാൻ വില പറയുന്നത്. ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. നമുക്ക് ഡൈനിങ് ഹാള്, ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് കണ്ടോളി. അത്യാവശ്യം ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുക, എന്താ അറിയോ, എത്രമാത്രം സ്പേസ് ഉണ്ടോ, സൗകര്യമുണ്ടോ എന്ന് നോക്കും. കണ്ടില്ല, അടിഭാഗത്ത് നമുക്ക് ആളുകൾ എത്ര വന്നിരുന്നാലും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള നല്ലൊരു സൗകര്യം ഇതിലുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഡൈനിങ് ഹാളിന്റെ ഒരു ഇത് കാണിച്ചെന്നു. പിന്നെ അങ്ങനെ നേരിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു നമ്മൾ നല്ല അടിപൊളി ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. ഇത് ഡോറ് റൂമിലേക്കുള്ള ഡോറാണ്. അതിൽ നിന്ന് നേരെ കട്ടിങ് ഉള്ളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് നമ്മൾ ബാത്റൂമിന്റെ സ്പേസ് കാണാം. ഉള്ളിൽ അറ്റാച്ച്ഡ് ബാത്റൂം, നല്ല സ്പേസ്. മുകൾ ഭാഗത്തിന് 3/4 ഭാഗം വരെ ടൈലിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് ചെയ്ത് നല്ല അടിപൊളി മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല അടിഭാഗത്തൊക്കെ നല്ല ചെറുതായിട്ട് നല്ല ചെറിയൊരു ക്ലിപ്പൊക്കെ ഉണ്ടത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂം കണ്ടു. പിന്നെ നമ്മളെ നേരെ റൂം കണ്ടുപിടിക്കുന്നത്, റൂമിന്റെ സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. അതിമനോഹരമായ നല്ലൊരു റൂം തന്നെ നമുക്ക് തന്നെ. ഇതിന്റെ സ്വിച്ചുകൾ പുതിയ തരും, പ്ലംബിങ്ങിന്റെ വയറിങ്ങിന്റെ പണികൾ എടുത്ത് തരും. പിന്നെ അലമാര സെറ്റ് ഇതാ ഫുൾ റാക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡോറുകൾ വെച്ചിട്ട് നമുക്ക് ഫാബ്രിക്കേഷന്റെ വർക്ക് വേണമെങ്കിൽ എടുക്കുന്ന വ്യക്തികൾ ചെയ്യാം. ഇത് പാലേമാട് ടൗൺ ഏരിയയിലാണ് വീടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഭാഗത്തും ഡോറുകളൊക്കെ ശ്രദ്ധിച്ചു. അത്യാവശ്യം നമുക്ക് ബോണിന്റെ ഇതാക്കണം. ഇങ്ങനെ കട്ടിങ് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നല്ല ഒരു സൗകര്യത്തിൽ ഉണ്ടെങ്കിൽ നല്ല വിശാലമായ
റൂം ശ്രദ്ധിച്ചോളി. അത്യാവശ്യം നല്ല കട്ടിലിട്ട് കഴിഞ്ഞാലും നല്ല സൗകര്യമുണ്ട്. നല്ല അലമാര ഒരു സൈഡ് ഭാഗത്തേക്ക് നല്ലൊരു സെറ്റാക്കി നമുക്ക് റാക്കുകൾ വെച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അലമാര നമുക്ക് വലിപ്പം മോഡലാക്കാം. ഡോറുകൾ വെച്ച് സംഭവം സ്വിച്ചുകളൊക്കെ എല്ലാം ഫുൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ക്ലോസറ്റുകളൊക്കെ എടുക്കുന്ന വ്യക്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനി കൊടുത്ത് നിങ്ങൾക്ക് ഏതാണ് വേണമെങ്കിൽ അത് കൊടുക്കുക. ഇതിനൊക്കെ പ്ലംബിങ്ങും വയറിങ്ങും ചെയ്തു തരും. ഇത് ക്ലോസറ്റ് നിങ്ങൾ ഫിറ്റ് ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പെയിന്റ് ഇപ്പോൾ വൈറ്റ് സിമെന്റ് പെയിന്റ് അടിച്ചിട്ടുണ്ട്, നമ്മൾ സാധാ പെയിന്റ് അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പെയിന്റ് അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അടിക്കാം. ഇനി ഞാൻ പോകുന്നത് കിച്ചണിലേക്കാണ്. വിശാലമായ ഒരു കിച്ചൺ, ഓപ്പൺ കിച്ചൺ തന്നെ നമുക്ക് പറയാം. ഇതിൽ ആലുവ അടുപ്പ് ഫിറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്യാസ് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലാത്ത നല്ലൊരു വീടാണ്. ഇതൊക്കെ ടീച്ചർമാർ കണ്ടാൽ സ്കൂളിലേക്ക് നടന്നാൽ പോയാൽ മതി കേട്ടോ. അതേമാതിരി ബാങ്ക് ജോലിക്കാർ, പിന്നെ അതേമാതിരി വലിയ അത്യാവശ്യം ഓഫീസുമാർക്കൊക്കെ അവർ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി മോഡൽ വീടാണ്. സിങ്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചാണ് സിങ്ക് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതാക്കണം, വലിയൊരു കബോർഡ് അലമാര കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലി മുളകുകളൊക്കെ ഫുള്ള് പൊടിച്ചത് എല്ലാ സാധനങ്ങളും ബക്കറ്റ് അടക്കം നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റോർ റൂമില്ലാത്തതിന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്പേസ് ആക്കിയിട്ട് ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തേക്കും ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. എന്താ ഉള്ളത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ തേങ്ങകളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ ഇടാം. ടിന്നുകൾ വെക്കാൻ ഇതാ നല്ല ചെറുതായിട്ട് വീതി കുറഞ്ഞ് റാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് സെറ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരേ കളറാണ് കൊടുത്തിട്ട്. ഇതിൽ പ്രത്യേകത ഇതൊരു കളറല്ല കൊടുത്തിട്ട്, ഒന്നുകൂടി വൈറ്റ് ആണ് റൂമത്തതും ഹാളത്തതും വരുന്നത്. അങ്ങനെ പുറം ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അതിരുകൾ നോക്കിക്കൊണ്ട് സൈഡൊക്കെ ഫുള്ള് തേച്ച് അതിരുകളൊക്കെ ഫുള്ള് കോൺക്രീറ്റ് കല്ല് കെട്ടി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സൂപ്പർ 1519 സ്ക്വയർ ഫീറ്റ് ആണ് വീടുള്ളത്. ഈ വീട് എത്ര സെന്റാണ്? 7.4 സെന്റ് സ്ഥലമാണ്. പിന്നെ നമ്മൾ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 30 റുപ്യ 40 റുപ്യ കുറെ ആൾക്കാർ വണ്ടി ചാർജ് എടുത്ത് പോകുന്നു. അതിലൊന്നും പോകാതെ അതിമനോഹരമായ റോഡ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഒരു വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിക്കൻ മേടിക്കുകയാണെങ്കിൽ അതിനെ എടുക്കാം, നടന്നു പോയാൽ മതി. അതേമാതിരി നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് എന്തെങ്കിലും അരികൾ മേടിക്കാനോ സാധനങ്ങൾ മേടിക്കാം, അത് നടന്നു പോയാൽ മതി. ഇനി എന്തിനു വേണമെങ്കിലും വണ്ടി വേണമല്ലോ, അതിൽ എണ്ണ അടിക്കാനും നടന്നു പോയാൽ മതി. കുപ്പിയിൽ എണ്ണ നിറച്ചു വരാം. അത്ര സൗകര്യമുള്ള ഈ വീട് വിടണ്ട. പിന്നെ മുകൾക്ക് സ്റ്റെയർ കേസിന്റെ വർക്കൊന്ന് ശ്രദ്ധിച്ചോളിട്ടോ. നല്ല റൗണ്ട്, നമ്മളെ ഹാളിന്റെ റൗണ്ടാണ് കൊടുത്തിക്കണേ. എവിടേക്ക് സ്റ്റെയർ കേസിന് അങ്ങനെ കാണാൻ നല്ലൊരു കാഴ്ച. നമ്മളെ ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ സ്റ്റീൽ ഉപയോഗിച്ച് തന്നെയാണ് വീടിന്റെ നമ്മളെ മുകളിലെ സ്റ്റെയർ കേസിന്റെ വർക്ക് എടുത്തിട്ടുണ്ട്. മുകളിലേക്ക് എത്തിയപ്പോൾ നോക്കി നിങ്ങൾ ഹാളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി. പുറത്തോട്ട് നമുക്കൊരു ഓപ്പൺ ടെറസ്, അതേമാതിരി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാസ് മോഡൽ കൊടുക്കണമെങ്കിൽ നമുക്ക് മോഡലാക്കാം. ഓപ്പൺ ആക്കി കിടക്കുന്നത്. അതിന് വീട്ടിലേക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു കട്ടിങ് കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം മുകളിലെ ഫസ്റ്റത്തല്ല മൂന്നാമത്തെ റൂം മുകളിൽ ഒറ്റ റൂമുള്ളൂ. അത് കണ്ടിട്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു റൂം തന്നെ ഇതിന്റെ മുകൾ ഭാഗത്തുണ്ട്. അത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. ആ ബാത്റൂം നമ്മുടെ താഴെ അതേ കണ്ട ഒരു ബാത്റൂമാണ് ഇതിന്റെ മുകൾ ഭാഗത്തുള്ള നല്ല ഒരു നമുക്ക് അത്യാവശ്യം നല്ല സ്പേസും സൗകര്യമുള്ള നല്ലൊരു ടോയ്ലറ്റ് തന്നെ നമുക്ക് പറയാം. നല്ല സൂപ്പറാണ്. അങ്ങനെ 3 റൂമാണുള്ളത്. 3 റൂമും ഈ വീടും നിങ്ങൾ ഏകദേശം കണ്ടില്ലേ. നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ പ്രത്യേകതയായിട്ട് ഞാൻ വീഡിയോയുടെ ലാസ്റ്റാണ് വില പറയുന്നത്. എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങൾക്കൊരു വീട് കണ്ടിട്ട് എല്ലാം കണ്ടിട്ടാണ് എല്ലാവരും വില പറയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ലാസ്റ്റ് വില പറയുന്നത്. ഇനി ഞാൻ പുറത്തോട്ടൊരു ഓപ്പൺ ടെറസ് നിങ്ങൾക്ക് കാണിച്ചുതരാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ അലക്കിടാൻ എന്തെങ്കിലും ചെറിയൊരു ഫംഗ്ഷൻ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർ പഠിക്കണമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ബാക്ക് ഭാഗത്ത് സീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇരിക്കാനും അതേമാതിരി അലക്കിടാനും നമുക്ക് എന്തെങ്കിലും ഉണക്കിടാനൊക്കെ പറ്റി നല്ലൊരു സൗകര്യമുള്ള നല്ല സ്പേസ് ബാക്ക് ഭാഗത്തുണ്ട്. ഇനി ഇതിൻ്റെ വില അറിയണമെങ്കിൽ എത്ര ഉള്ളൂ? 41 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ കച്ചവടമല്ലേ, ഏകദേശം നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് നമുക്ക് സംസാരിക്കാം. നെഗോഷ്യബിൾ ആണ്, അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ PTS ഗ്രൂപ്പിന്റെ ചാനൽ നിങ്ങൾ ആദ്യത്തേക്ക് ഇങ്ങനെ കാണുന്ന ആളുകളുണ്ടാവും. അവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് ബോക്സ് ഒക്കെ എഴുതി മക്കളെ മാണിക്കക്കല്ല് മുത്തുമണികളെ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്നാണ് കോൺടാക്ട് ചെയ്തത്.